കളമശ്ശേരി സ്ഫോടന കേസിൽ പോലീസിന് ഇന്റർപോളിന്റെ സഹായം ലഭിക്കും. ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്ന UAE സർക്കാർ ഏജൻസിയാണ് ഇന്ത്യ ആവശ്യപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കുക. പ്രതി ഡൊമിനിക് മാർട്ടിന്റെ ദുബായ് ബന്ധങ്ങളാണ് ഇന്റർപോൾ അന്വേഷിക്കുക. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, ഏത് തരത്തിലേക്ക് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിചാരണ ആരംഭിക്കാനിരിക്കുകയാണെന്നാണ് ഞാൻ അറിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭീഷണി സന്ദേശം എത്തിയതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയിച്ചിരുന്നല്ലോ. അനുജ, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേരള പോലീസ് ഇന്റർപോളിന്റെ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് പ്രതി ഡൊമിനിക് മാർട്ടിന് ദുബായ് ബന്ധങ്ങളുണ്ട്. ആ ദുബായിൽ വെച്ചാണ് ഇയാൾ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ പരിശീലിച്ചത്, അതിന് പരിശീലനം നേടിയത് എന്നുള്ള വിവരങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ ദുബായിൽ വെച്ച് ആരുടെയൊക്കെ സഹായം പ്രതിക്ക് ലഭിച്ചു എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ കേരള പോലീസിന് അന്വേഷിക്കാൻ സാധ്യമല്ല. അത് അവരുടെ അധികാരപരിധിക്ക് പുറത്തായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിനോട് ഇന്റർപോൾ വഴി ഈ സഹായം കേരള ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാർ ഇത് സമ്മതിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇന്റർപോളിന്റെ സഹായം ആവശ്യപ്പെടുകയും ഇപ്പോൾ ഇന്റർപോൾ അതിൽ സഹായിക്കാം, വേണ്ട വിവരങ്ങൾ ശേഖരിച്ചു നൽകാമെന്ന് ഇന്ത്യയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വഴി നിലവിലെ കേസിൽ ശേഖരിച്ച വിവരങ്ങൾ ഇതിനകം തന്നെ കേരള പോലീസ് ഇന്റർപോളിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആ നടപടി നടന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇന്റർപോൾ അവിടെ നിന്ന് ഡൊമിനിക് മാർട്ടിന്റെ ദുബായിലെ ബന്ധങ്ങളും കേരള പോലീസ് ആവശ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിച്ച് മറുപടി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഈ കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നും സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ഉപയോഗിച്ചു എന്നും അത് ആര് സഹായിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരള പോലീസും ഉള്ളത്. അനുജ, കളമശ്ശേരി സ്ഫോടന കേസ് അന്വേഷണത്തിൽ കേരള പോലീസിന് ഇന്റർപോളിന്റെ സഹായം ലഭിക്കും. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.